ഗൈസ് എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ ഒരു ഡേ ട്രേഡ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് ഗോൾഡിൻ്റെ ഡേ ട്രേഡ് അപ്ഡേറ്റ് ആണ്. ഏതൊക്കെ ലെവൽസ് നമുക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റീസ് വന്നാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ലെവൽസ് എടുക്കാം, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അക്കൗണ്ട് എടുത്തിട്ട്, അതും ഫ്യൂച്ചേഴ്സ് CFD ആണ്, പിപ്സ് പോലുള്ള കമ്പനീസൊക്കെ അതിൽ നിന്നും ഒത്തിരി പേ ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു അക്കൗണ്ട് പേ ഔട്ടിലേക്ക് വരുന്നത്. 2 അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അക്കൗണ്ട് എനിക്ക് എൻ്റെ ചെറിയ ട്രേഡ് മിസ്റ്റേക്ക് കൊണ്ട് തന്നെ അക്കൗണ്ട് വാനിഷായി പോവുകയും ചെയ്തു. ലൈവ് അക്കൗണ്ട് ആയതായിരുന്നു. അതിനുശേഷം എടുത്ത അക്കൗണ്ടാണ് ഇപ്പോൾ ലൈവ് അക്കൗണ്ടായിട്ട് വന്നേക്കുന്നത്. അതിൽ ഏകദേശം 4669 USD ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. അപ്പോൾ ഡെയിലി ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡ്രോ ഡൗൺ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 50,000 നമുക്ക് അക്കൗണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് നമ്മളൊരു 52,500 ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോ ഡൗൺ പയ്യെ കയറി 50,000 വരും. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നോർമൽ CFD പോലുള്ള കമ്പനികളൊക്കെ ആയിരുന്നെങ്കിൽ 50,000 നിന്ന് തൊട്ട് താഴെ 2,500 കുറയ്ക്കുമ്പോൾ വരുന്ന ആ എമൗണ്ട് എത്തുമ്പോഴായിരുന്നു നമുക്ക് അക്കൗണ്ട് ക്ലോസ് ആയി പോകുന്നത്. 47,500 എത്തുമ്പോഴായിരിക്കും നോർമലി ഉള്ള CFD ഒക്കെ ആണെങ്കിൽ ക്ലോസ് ആകും. ഇവർ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. നമ്മുടെ പിന്നാലെ നമ്മൾ എത്ര പ്രോഫിറ്റ് എടുക്കണോ അതിനനുസരിച്ച് ലോസ് 2,500 താഴത്തേക്ക് പോയാൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകും എന്നുള്ളതാണ് ഈ ട്രെയിലിംഗ് ഡ്രോ ഡൗണിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഒരു പേ ഔട്ട് എടുക്കുന്ന സമയമാണെങ്കിലും നമ്മൾ 4,669 ടോട്ടൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവർ 2,500 അവിടെ കീപ്പ് ചെയ്യണം എപ്പോഴും. ആ 2,500 നമ്മുടെ ഒരു ത്രെഡ്ഷോൾഡാണ്, അത് അവിടെ കീപ്പ് ചെയ്താൽ മാത്രം. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഇവർ ബാലൻസ് വിഡ്രോ ചെയ്യാനായിട്ട് തരുള്ളൂ. ഞാനിവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ഒരു 1,157 USD ലോസ് വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പേ ഔട്ട് ഒന്ന് പേ ഔട്ടിൻ്റെ ബട്ടൺ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി റൂളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. ഞാൻ ഒരു പേ ഔട്ട് റിക്വസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ സമയത്താണ് അവർ എനിക്ക് അയച്ചത് നമ്മളൊരു ഗ്യാംബ്ലിംഗ് റൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ആ റൂള് നമുക്ക് പെട്ടെന്നൊരു ഹിഡൻ റൂൾ കൂടിയായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ട്രേഡിൽ ഇപ്പോൾ ഗോൾഡ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ആ ഒരു ട്രേഡ് സിംഗിൾ ഇൻസ്ട്രുമെൻറ്റിൽ ലൈവ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 750 USD താഴത്തേക്ക് നമ്മൾ ലോസ് വരുത്താനായിട്ട് പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഫസ്റ്റ് ഡേ തന്നെ 1,157 USD ലോസ് വരുത്തി. നെക്സ്റ്റ് ഡേ ഞാൻ ആ ലോസും കവർ ചെയ്ത് 1,439 USD പ്രോഫിറ്റും വരുത്തി. അങ്ങനെ ആയിരിക്കും ഞാൻ പേ ഔട്ട് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവർ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എൻ്റെ അക്കൗണ്ട് ലൈവ് ആണോ അതോ ഞാൻ ബ്രേക്ക് ചെയ്തോ ആ റൂളിൽ. ഓൾറെഡി റൂള് ബ്രേക്ക് ചെയ്തു, പക്ഷേ നമ്മൾക്ക് അതിനുശേഷം വീണ്ടും അലോ ചെയ്തേക്കുന്ന 8 ദിവസത്തിൽ നമ്മൾ അത്യാവശ്യം സ്റ്റോപ്പ് ലോസും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നുള്ള മെസ്സേജും അവരിൽ നിന്ന് വരികയും ചെയ്തു. നമ്മുടെ ഒരു ട്രേഡ് ഇത് നോക്കിയാൽ ഇവിടെ അറിയാം, ലോസ് ആയിരുന്നു, പിന്നെ പ്രോഫിറ്റ്, പിന്നെ 356 USD പ്രോഫിറ്റ്, 555 ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും ഒരു 1,499 ലോസ് വന്നു. പക്ഷേ അവിടുത്തെ ഈ പ്രോഫിറ്റിൽ നിന്നാണ് അത് കുറയുന്നത്. അതുകൊണ്ട് തന്നെ അത് 30% നെഗറ്റീവ് റൂളിൽ വന്നിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ പേ ഔട്ടിന് റിക്വസ്റ്റ് കൊടുത്തേക്കാണ്. നമുക്ക് നോക്കാം എന്തായാലും ഇനി എന്തെങ്കിലും ഇടനായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി നോക്കാം. ഇപ്പോൾ കിട്ടിയാലും വലിയ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനാകെ എക്സ്പെൻസ് ആയതൊരു 2,500 USD ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇട്ടിട്ടൊന്നല്ല ഞാൻ ആ ഒരു ട്രേഡ് എടുത്തേക്കണം. അതുകൊണ്ട് ഇതിന് വന്നാൽ തന്നെ വലിയൊരു നഷ്ടമൊന്നും വരാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ട് കിട്ടിയ സമയത്താണ് ഞാൻ ആ ഒരു ഇതിലേക്ക് വന്നത്. അതേപോലെ നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങളും ബുക്ക് മാപ്പ്, ഓർഡർ ഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഞാൻ ഡിസംബർ സമയത്താണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബറിൽ നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് ജസ്റ്റ് ഒരു ഇതിൽ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം 30ഓളം പേര് പഠിക്കാനായിട്ട് വന്നു. അതിൽ ഒരു 12ഓളം പേര് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ വന്നേക്കുന്ന അവർ ആക്റ്റീവ് അല്ല എന്നല്ല, അവരൊക്കെ ലക്ഷ്യം ഒന്നല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വന്നേക്കുന്നവരും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസ് കിട്ടാൻ വേണ്ടി മാത്രം വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പയ്യെ അതുപോലെ തന്നെ കോഴ്സ് ഒന്ന് സ്ലോ ആക്കുകയാണ്, വേറെ ഒന്നുകൊണ്ടല്ല. എനിക്ക് എൻ്റെ ഓൺ ട്രേഡിൽ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കാരണം പയ്യെ ട്രേഡ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് പയ്യെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണം. നമുക്ക് ഒരു ബൂട്ട് ക്യാമ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ലൈവായിട്ട് ഗൂഗിൾ മീറ്റും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓൾറെഡി 3 days കഴിഞ്ഞു. നമ്മൾ 3 days പ്രോഫിറ്റബിൾ ആയിരുന്നു. ലാസ്റ്റ് ഡേ FOMC മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ട്രേഡ് എല്ലാത്തവണ്ണം നമ്മൾ ലോസിലായിരുന്നു. അതിനുശേഷം പിന്നത്തെ 2ാമത്തെ ട്രേഡിലൊക്കെയാണ് പ്രോഫിറ്റായിട്ട് വന്നത് ബൂട്ട് ക്യാമ്പ് ലൈവിലും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മെസ്സേജ് അയച്ചാൽ മതി. ലിങ്കും കാര്യങ്ങളെല്ലാം പേഴ്സണലി അയച്ചുതരാം. അതേപോലെ നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ FOMC മീറ്റിംഗ് ആയിരുന്നു. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. FOMC മീറ്റിംഗിൽ അവർ പ്രത്യേകിച്ചൊന്നും അൺചേഞ്ചസ് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ട് പുതിയ താരിഫ് കട്ട് ചെയ്തേക്കാം. ട്രംപ് ഭരണാധികാരി അദ്ദേഹം കുറേ താരിഫുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മുൻപിലുള്ളത് കൊണ്ട് തന്നെ
പുതുതായിട്ട് ഇനി റേറ്റ് കട്ടിംഗ് ഒന്നും വരില്ല, ഇൻഫ്ലേഷൻ അത്രയും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി FOMC മീറ്റിംഗിൽ പവൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയാലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, ട്രംപിൻ്റെ ഓരോരോ പരിഷ്കാരങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഗോൾഡിൻ്റെ ഇനിയുള്ള കാലത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ന്യൂസ് ഇന്ന് വരാനുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കേണ്ടത് എപ്പോഴും ന്യൂസ് തന്നെയാണ്. 6 മണിക്ക് ന്യൂസ് വരാനുണ്ട്, ജോബ്ലെസ് ക്ലെയിംസ് ന്യൂസ് വരാനുണ്ട്. അതേപോലെ ഇൻഡെക്സ് CB ലീഡിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ലോയാണ്, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. അതൊക്കെ US വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവിടെ നിന്ന് വന്നിരിക്കുന്ന ഹോം സെയിൽസ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് 3015 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഇവിടെ നെഗറ്റിവിറ്റിയാണ്. പുട്ട് ഓപ്ഷൻ ഒന്നും ആർക്കും ഹോൾഡിംഗ് ഒന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ്, ഒരു ഡിപ്പ് ഓൺ ബൈ ആയിരിക്കാനാണ് മാർക്കറ്റ് സാധ്യത. എന്തായാലും 3015 വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. അപ്പോൾ കുറച്ച് പ്രൈസ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് അതേപോലെ തന്നെ ഒരു വീക്ക്ലി പ്രൊഫൈലിലും കൂടി നമുക്ക് നോക്കിയാൽ നമ്മളിപ്പോൾ മാർക്കറ്റ് വന്ന് നിന്നേക്കുന്നത് ഈ ഒരു സമയത്ത്, ഇപ്പോൾ 2:15 ഈ ഒരു സമയത്ത് മാർക്കറ്റ് വന്ന് നിന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത് കഴിഞ്ഞ വീക്കിൻ്റെ ഒരു പ്രൊഫൈലിൻ്റെ ഈ പറയുന്ന അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. വോളിയം പ്രൊഫൈൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു POCയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഞാൻ ന്യൂയോർക്ക് സെഷനിലൊക്കെ ഒരു പരിധി ഏഷ്യൻ സെഷനിൽ ഒരു പരിധി ലോസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ സ്ട്രാറ്റജിയൊക്കെ വർക്കിംഗ് ആയിരിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏഷ്യൻ സെഷനിൽ ലോസൊക്കെ കവർ ചെയ്യുന്നത് ന്യൂയോർക്ക് സെഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിട്ട് എടുക്കാറില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വീക്ക്ലി പ്രൊഫൈലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ അത്യാവശ്യം നമ്മൾ കബളിപ്പിച്ചിട്ട് പോയേക്കുന്ന കുറച്ച് റേഞ്ചുകളുണ്ട്. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത്. ഈ ഒരു ഏരിയയിലൊന്നും വലിയ രീതിയിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന 3015, നേരത്തെ നമ്മൾ എവിടെ കണ്ടത്, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന സ്ഥലത്ത് കണ്ട 3015 ചെറിയൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത മാർക്കറ്റ് ഉണ്ടാവാനുണ്ട്. ആ ഒരു ഏരിയയാണ് ഞാൻ ഒരു സപ്പോർട്ട് സോണായിട്ട് കാണുന്നത്. അതേപോലെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ടായിരുന്നു, ഡേ പ്രൊഫൈലും കൂടി നോക്കാനുണ്ടായിരുന്നു. വീക്ക്ലി പ്രൊഫൈലാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഡേ പ്രൊഫൈൽ ഡേ പ്രൊഫൈൽ നോക്കുമ്പോൾ കുറച്ച് നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ളത് 3040 3040 മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ഡേ പ്രൊഫൈൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ സെല്ലേഴ്സിൻ്റെ ഓളിയൊക്കെ ഒന്ന് ഡംപിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് അവിടെ നിൽക്കുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അതേപോലെ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു റേഞ്ചിലൊന്നും വലിയ ലിക്വിഡിറ്റി ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ 3005 ചെറിയൊരു ലോട്ട് സൈസ് കിടക്കുന്നുണ്ട്. അല്ലാതെ ഹയർ റേഞ്ചിലൊന്നും വലിയ ലിക്വിഡിറ്റീസ് ഒന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസിലായിരിക്കും ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.